നാത്തൂനെ നാത്തൂനെ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊക്കെ തീർന്നു. ഇന്നത്തെ വഴക്കിന് എന്താ കാരണം? എന്നത്തെ വഴക്കിന് കാരണമുള്ളത് കാരണം രാവിലെ അങ്ങ് എഴുന്നേൽക്കുക, എന്തെങ്കിലും പറഞ്ഞങ്ങ് തുടങ്ങുക. ഇനി തങ്കവും ക്ലീറ്റോ ഇല്ല, തങ്കം മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ട ഇനി ആ മനുഷ്യന്. ഇങ്ങനെയുണ്ട് ഒരു തൊന്തരവ് മനുഷ്യന്. എത്ര നാളെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ കാര്യം പറഞ്ഞ് ആരുമില്ലാത്തതല്ലേ ഞാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കണം. വിഷമിക്കല്ലേ എന്നൊക്കെ നിങ്ങൾക്കൊക്കെ പറയാൻ എളുപ്പമാ. ഇത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഏട്ടനൊന്ന് സംസാരിക്കട്ടെ ക്ലീറ്റോ ചേട്ടൻ. ആര് സംസാരിക്കണ്ട, ഇനി ആര് സംസാരിച്ചിട്ടും എനിക്ക് ക്ലീറ്റോനെ വേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? തക്ലിക്ക് അച്ഛൻ വേണ്ടേ? തക്ലിക്ക് അച്ഛൻ വേണ്ട. അച്ഛനില്ലാത്ത ഒരുപാട് പിള്ളേർ വളരുന്നുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, അവളുടെ അമ്മയ്ക്ക് ധൈര്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം പറ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ? അല്ല, ഞാൻ ഇവിടെ നിൽക്കണോണ്ടേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നാത്തിന് എത്ര നാൾ എന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കനക, എനിക്ക് നിന്നോടേ പറയാനുള്ളൂ. ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതം ഞാനായിട്ട് ഉപേക്ഷിക്കുകയാണ്. എനിക്കിനി ക്ലീറ്റോനെ വേണ്ട. ദയവേത് ആ മനുഷ്യനോട് ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോവാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവില്ല. എടീ, ഈ കുടുംബജീവിതം ആകുമ്പോഴേ ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഒന്ന് രണ്ടും പറഞ്ഞ് പിണങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങ് കൂട്ടാവൂലേ? എപ്പോഴും അങ്ങനെയല്ലേ? ഇത് എപ്പോഴത്തെയും പോലെ അല്ലടാ, എനിക്ക് മതിയായി. അത് കുറച്ച് കഴിയുമ്പോൾ മാറൂടി. ഇല്ല, മാറൂല. രാവിലെ തുടങ്ങിയത് നിനക്കറിയാവോ? രാവിലെ തുടങ്ങി സ്വത്ത് മേടിച്ചിട്ടുണ്ടോ ഞാൻ എവിടെ നിന്ന് എടുത്ത് സ്വത്ത് എടുത്ത് കൊടുക്കാനാ? അങ്ങോട്ട് പാഴയിൽ കുറെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയി മേടിക്കട്ടെ. എന്നിട്ട് അതും പറഞ്ഞ് എന്നെ തള്ളിയേക്കണ്ട. ഭാഗ്യത്തിന് ഞാൻ പോയി തലയടിച്ച് വീണില്ല. വീണായിരുന്നെങ്കിലോ ആ മനുഷ്യൻ എന്താ നഷ്ടം? ഞാനല്ലേ കഷ്ടപ്പെടുന്നത്. വീണെടുത്ത് കിടക്കും ഞാൻ. പോയി ചോദിച്ചു നോക്കാം അവൻ. അങ്ങോട്ട് മനസ്സിൽ എന്താന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഓരോ ദിവസം എഴുന്നേക്കുമ്പോ ഓരോ തോന്നല. ഇതൊന്നും മാറ്റി കൊടുക്കേണ്ട ആള് ഞാനല്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, നമുക്ക് ഒന്നുകൂടെ ആലോചിക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ സംസാരിച്ച് അവനോട് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് എല്ലാവരുടെ ചേർന്ന് സംസാരിച്ചത് അങ്ങ് എടുപ്പണ്ട. നീ ഇവിടെ കിടന്ന് നീ വേണ്ടെന്ന് പറയാൻ നമ്മളൊരു തീരുമാനം എടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ ഒന്ന് പറയാം എനിക്ക് ക്ലീറ്റോ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പറയില്ലടാ, എനിക്ക് മതിയായി. നീ കാണുന്നില്ലേ ഞാൻ കിടന്ന് നരകിക്കുന്നത്? എനിക്കറിയാം നിങ്ങളൊക്കെ ഇതൊക്കെ പറയുള്ളൂ. നീ ധൈര്യത്തിൽ എന്നെ ഇട്ടിയോ ചൊറിയണത് ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ക്ഷമിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നീ ഇപ്പോൾ ഒരിക്കൽ കൂടെ പോയിട്ടോ. ഞാൻ ഇവിടെ നിൽക്കണോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എനിക്ക് ഒരുപോലെ അല്ലേ? പിന്നെന്താ തമാശ എന്നെ പിന്നെ നിങ്ങൾ അടിച്ചിറക്കി വിടണം. ഞാൻ പോവില്ല. അപ്പ ഇല്ലാതെ എന്തോരം പിള്ളേര് വളരണ്ടമാവാ. ഞങ്ങളൊക്കെ വളർന്നല്ലോ. അതെ, എടുത്ത് ചാടിയിട്ട് ഓരോന്ന് ചെയ്യാൻ തോന്നും. എടുത്ത് ചാടിയിട്ടൊന്നുമല്ല. നമുക്ക് പോയി സംസാരിക്കാൻ. എന്താണ്ടായത്? എനിക്ക് വേണ്ടിട്ട് ഒരാൾ സംസാരിക്കണ്ട. എനിക്ക് ഇഷ്ടല്ല. സഹിക്കണേന് ഒരു പരിധി ഉണ്ട്. പിന്നല്ലാതെ ഭൂമിയോളം താഴെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചവിട്ടി കേറുക മനുഷ്യന്റെ മേത്തോട്ട്. നീ എന്താ തീരുമാനിച്ച ഒരു കുഴപ്പമില്ല. നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. നല്ല മിടിക്കായിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അവളെ വിടല്ലേ? അവൾക്ക് ഇവിടെ നിൽക്കും. ആര് ചോദിക്കാൻ? അങ്ങനെയാണ്. അങ്ങനെയല്ല എടുത്ത് വെക്കട്ടെ. നീ പോണ എവിടെ പോണ? നീ കാപ്പി എടുത്ത് വെക്കാൻ പോവാ. ഇവിടെ കേട്ടാ, സങ്കടപ്പെട. ഞാൻ ഇല്ലേ എനക്ക് കേട്ടാ, നമ്മളെല്ലാരും ഇല്ലേ? ഇപ്പൊ വരാമേ. അമ്മാവാ, കാല് പിടിക്കാൻ പറ്റും. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത്. എന്റെ മോൾ എന്താ പറഞ്ഞാ അതുപോലെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. കളി ഞാൻ കാണിച്ചു കൊടുക്കാം. തല്ലാം എന്നെ എന്താണ്ടും കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാടാ അവള് തുണി മണി മറ്റേ മിഷീനൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കണ്? അങ്ങോട്ടല്ലേ വന്നത്? അപ്പൊ അവളോട് ചോദിച്ച കാര്യം പറയല്ലേ അവള്? ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ, നീ കാര്യം പറയേ. ഒരാൾ അങ്ങോട്ട് വന്നെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അല്ലെ എന്നോടല്ല അത് ചോദിക്കേണ്ടത്.
പ്രശ്നമുള്ള ആളോട് ചോദിക്കും നിങ്ങൾ. നിനക്ക് പ്രശ്നമല്ല ഉണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട. എനിക്ക് 100 പ്രശ്നം വേറെ ഉണ്ടാവും. അല്ല, ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഇടപെട്ടല്ലേ പറ്റുള്ളൂ. അതെ, നിങ്ങൾ ഇത് ഇടപെടണമെങ്കിൽ നിങ്ങൾ അവളോട് പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. എനിക്ക് എന്തൊക്കെയായി പറയണേ? അവളുടെ പ്രശ്നം പിന്നെ നിന്നോട് ആരോടെ ചോദിക്കുക? അതെ അമ്മാവ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണേ അവളോട് ചോദിക്ക്. അഹങ്കാരമാണ് അഹങ്കാരം. പെണ്ണുങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കുറയണം. ഇത് കൂടിപ്പോയി. പെണ്ണ് കരഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്താ ഉണ്ടായിച്ചത് പറ നീ. അവളെ കണ്ണീര്, അവളെ വലിയ നടിയാണ് അവള്. കണ്ണീര് അവള് അഭിനയിക്കാൻ മേടിക്കുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ കുറെ വർഷമായിട്ട്. ചേച്ചി വീട് നിൽക്കണേ, നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാനല്ല, നിനക്ക് രണ്ടാൾ കൂടി താമസിക്കാനാ. അതെ, ഞാൻ അമ്മാവനോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിലല്ല, അവളുടെ കാര്യത്തിൽ ഇടപെടും. അവളും കുട്ടി നീയും കൂടിയാണെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി. നിങ്ങളെല്ലാം കൂടെ അവളെ എങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പൊ ഭർത്താവിനെ അനുസരിക്കാത്തത്. ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ ഭർത്താവായി നടക്കണടാ. അതെ, നിങ്ങൾ ആവശ്യമില്ലാത്ത ആ കാര്യത്തിലോട്ട് കടക്കണ്ട. ഞാൻ എങ്ങനെയാണ് അവളുടെ അടുത്ത് ഇടപെടണമെന്ന് എനിക്കറിയാം. പക്ഷെ അവളൊക്കെ ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു പോയി. അത് എന്റെ തെറ്റ്. നീ മര്യാദക്ക് വന്ന് അവളെ വിളിച്ചിട്ട് വരണ്ടോ? എനിക്ക് ഇത്തിരി മര്യാദ കുറവാ. അത് ശരി, അങ്ങനെ തോന്നിയ ജീവിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ എനിക്ക് പറ്റൂ. അന്ന് എന്താ വേണ്ടത് എനിക്കറിയാം. ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ആദ്യം പോയി ആ മരുമോളെ മര്യാദ പഠിപ്പിക്കും. നീ ആവശ്യമില്ല എന്നെ എനിക്ക് ഈ 1-2 പറഞ്ഞ് പിണങ്ങിയത് ഇത് പുള്ളരളിയാണ്. കൊച്ചൊക്കെ വളർന്നു വരല്ലേ? നീ തമാശ കളിക്കരുത്. ഇത് എപ്പോഴത്തെ പോലെ അല്ല. കുറെ നാളായി ഞാനിത് സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ക്ഷമിക്കണേനും സഹിക്കണേനൊക്കെ ഒരു ആദിലുണ്ട്. അവിടെയുള്ള പോത്തിനോട് ആദ്യം ഒന്ന് വേദം ഓതി നോക്ക്. എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാലും പലതും ചെയ്യാൻ പറ്റും.